ഹലോ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മളിവിടെ PSC ബുള്ളറ്റിൻ്റെ 2025 ഓഗസ്റ്റ് മാസത്തെ PSC ബുള്ളറ്റിൻ്റെ ഒരു ബയോളജിയിലെ ടോപ്പിക്ക് കരളുമായി ബന്ധപ്പെട്ടുള്ള 52 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഒരു 2 പ്രാവശ്യങ്ങൾ കേട്ടാലേ നിങ്ങൾക്കിത് മനസ്സിലാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെലക്റ്റീവ് ആയിട്ടുള്ള കരളുമായി ബന്ധപ്പെട്ടുള്ള GK ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ ഈ മറ്റു രോഗങ്ങളെക്കുറിച്ച്, അതേപോലെയുള്ള മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. കരളിൻ്റെ ശരാശരി ഭാരം 1500 ഗ്രാം. കരൾ കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കൂടിയ ആന്തരിക അവയവം തലച്ചോറാണ്. കരളും തലച്ചോറും കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഭാരം കൂടിയ ആന്തരിക അവയവം ശ്വാസകോശം. ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ വളരെ ലെങ്തായി പോകും. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടി 2-3 പ്രാവശ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാവും. കരൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളാണ് ഹെപ്പറ്റോസൈറ്റുകൾ. കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. ശരീരത്തിലെ രാസപ്രവർത്തനത്തിൻ്റെ മുഖ്യ കേന്ദ്രമാണ് കരൾ. മുഖ്യ കേന്ദ്രം കരൾ. കരളിനെ ആവരണം ചെയ്തു കാണപ്പെടുന്ന സ്ഥലമാണ് വിസറൽ പെരിട്ടോണിയം. പുനരുജ്ജീവന ശേഷിയുള്ള ശരീരത്തിലെ അവയവമാണ് കരൾ. നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ. ലോക കരൾ ദിനം ഏപ്രിൽ 19. മദ്യപാനം ബാധിക്കുന്ന ശരീരഭാഗമാണ് കരൾ. നമ്മുടെ ശരീരത്തിൽ അധികമുള്ള വിറ്റാമിൻ എ ശേഖരിക്കപ്പെടുന്ന അവയവമാണ് കരൾ. 14. കൊഴുപ്പ് ശേഖരിക്കപ്പെടുന്ന ആന്തരിക അവയവമാണ് കരൾ. കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവം കരൾ. ശരീരത്തിൽ യൂറിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവം കരൾ തന്നെയാണ്. ശരീരത്തിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവം കരൾ തന്നെയാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഒരുപോലെയാണെങ്കിലും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൊളസ്ട്രോള്, അതുപോലെ യൂറിയ, താപം, ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ. ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ നല്ല കൊളസ്ട്രോൾ HDL ഉൽപ്പാദിപ്പിക്കുന്ന അവയവവും കരൾ തന്നെയാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ കാണപ്പെടുന്ന അവയവം കരളാണ്. ഇപ്പം നമ്മളെ ആൻസർ എല്ലാം കരളായിരിക്കും, പക്ഷേ നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യനാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ്. ക്വസ്റ്റ്യൻ എന്താണോ വ്യത്യസ്തമായി മാറി വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്തരമെല്ലാം കരളായിരിക്കും, കാരണം കരളിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ രാസശാല എന്നറിയപ്പെടുന്ന അവയവവും കരൾ. മനുഷ്യ ശരീരത്തിലെ രാസശാല കരളാണ്. അതുപോലെ മാലിന്യ സംസ്കരണശാല എന്നറിയപ്പെടുന്നതും കരൾ തന്നെയാണ്. മനുഷ്യ ശരീരത്തിലെ മാലിന്യ സംസ്കരണശാല. നെക്സ്റ്റ്, രക്തം കട്ട പിടിക്കാതെ ഇരിക്കാൻ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥമാണ് ഹെപ്പാരിൻ. ഇമ്പോർട്ടൻ്റ് ആണ്. രക്തം കട്ട പിടിക്കാതെ ഇരിക്കാൻ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥമാണ് ഹെപ്പാരിൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനാണ് ഹൈബ്രിനോജൻ. നെക്സ്റ്റ്, അമിതമായി രക്തത്തിലെത്തുന്ന ഗ്ലൂക്കോസിനെ ഗൈക്ലോജനാക്കി മാറ്റുന്ന അവയവം കരളാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ബാഹ്യസ്രാവി ഗ്രന്ഥി കരളാണ്. കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരൾ. നെക്സ്റ്റ്, പിത്തരസം ശേഖരിക്കപ്പെടുന്നത് പിത്താശയത്തിൽ. അറിയുന്നതാണ്. പിന്നെ പിത്തരസത്തിൻ്റെ നിറം മഞ്ഞ നിറം കേട്ടോ. പിത്തരസത്തിൻ്റെ നിറം മഞ്ഞ ചോദിക്കുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പിത്തരസത്തിൽ കാണപ്പെടുന്ന വർണ്ണകങ്ങളാണ് ബിലിറൂബിനും ബിലിവെർഡിനും. പിത്തരസത്തിൽ കാണപ്പെടുന്ന വർണ്ണകങ്ങൾ ബിലിറൂബിൻ. പിത്തരസത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ബിലിറൂബിനാണ് പിത്തരസത്തിന് മഞ്ഞ നിറം നൽകുന്നത്.
പിത്തരസം രക്തത്തിൽ കലരുന്നത് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് മഞ്ഞപ്പിത്തം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഞ്ഞപ്പിത്തം രോഗം പിത്തരസം രക്തത്തിൽ കലരുന്നത് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ്. കരളിനെ ബാധിക്കുന്ന വൈറൽ അണുബാധയാണ് കരൾ വീക്കം, അതായത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ കരൾ വീക്കമാണ്. ഹെപ്പറ്റൈറ്റിസിൽ ഏറ്റവും ഗുരുതരമായതാണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഏറ്റവും ഗുരുതരമായ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി. രോഗബാധിതനായ വ്യക്തിയുടെ രക്തം, ബീജം, മറ്റു ശരീരസ്രവങ്ങൾ എന്നിവ വഴി പകരുന്ന കരൾ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി. കരൾ കോശങ്ങൾ നശിക്കുകയും പ്രവർത്തനരഹിതമാവുകയും ചെയ്യുന്ന രോഗമാണ് ലിവർ സിറോസിസ്. ഇനി ഈ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട കരളുമായി ബന്ധപ്പെട്ട ഈ കുറച്ച് പോയിന്റുകളും കുറച്ച് ക്വസ്റ്റ്യൻസും നോക്കാം. ഈ കരളിനെ കുറിച്ചുള്ള ഈ മിക്സഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് കണക്റ്റീവായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ രോഗങ്ങൾ, പിന്നെ ശരീര അവയവവുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ളത്, അതുപോലെ ശാസ്ത്രക്രിയ, അതുപോലെ ജനറൽ നോളജുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസിനും ഇതിൽ നിന്നൊരു ഈ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന തന്നെയാണ്. നെക്സ്റ്റ്, കരളിന് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഫാറ്റി ലിവർ. ഞാൻ പറഞ്ഞു ജീവിതശൈലി രോഗത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട രോഗമാണ് ഫാറ്റി ലിവർ. കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഫാറ്റി ലിവർ. നിലവിൽ കരൾ മുഴുവനായോ ഭാഗികമായോ നീക്കം ചെയ്ത് പുതിയ കരൾ പൂർണ്ണമായോ ഭാഗികമായോ കൂട്ടിച്ചേർക്കുന്ന ശസ്ത്രക്രിയയാണ് ഓർത്തോടോപ്പിക് ശസ്ത്രക്രിയ. ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തോടോപ്പിക് ശസ്ത്രക്രിയ. നെക്സ്റ്റ്, കരൾ മാറ്റിവെക്കുന്നതിന് മുന്നോടിയായി നടത്തുന്ന ചികിത്സകളെ അറിയപ്പെടുന്നതാണ് ബ്രിഡ്ജിംഗ് ടു ട്രാൻസ്പ്ലാന്റേഷൻ. മസ്തിഷ്ക മരണം സംഭവിച്ചതിൽ നിന്നും അവയവങ്ങളോ കലകളോ സ്വീകരിക്കുന്ന ശസ്ത്രക്രിയയാണ് കഡാവർ ട്രാൻസ്പ്ലാന്റേഷൻ. ഒരു വ്യക്തിയുടെ കേടായ അവയവത്തിന് പകരം ജീവനുള്ള ദാതാവിൽ നിന്ന് അവയവം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ലിവിങ് ഡോണർ ട്രാൻസ്പ്ലാന്റ് സർജറി. കരൾ മാറ്റിവെക്കലിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ഡോക്ടർ തോമസ് സ്റ്റാർസെൽ. കരൾ മാറ്റിവെക്കലിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് 1967. കേരളത്തിൽ ആദ്യമായി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് 2004. കേരളത്തിൽ ആദ്യമായി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. നേരെ ഇന്ത്യയിലെ ആദ്യത്തെ വിജയകരമായ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 1998 നവംബറിൽ അപ്പോളോ ഹോസ്പിറ്റൽ ഡൽഹിയിലാട്ടോ. ലോകത്തിൽ ആദ്യമായി വിജയകരമായ റോബോട്ടിക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ലോകത്ത് ആദ്യമായിട്ട് റിയാദിലെ കിം ഫൈസൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. സൗദി അറേബ്യയിലെ റിയാദിലെ കിം ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ചാണ് റോബോട്ടിക് ശസ്ത്രക്രിയ നടന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 50 ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 2-3 പ്രാവശ്യം ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക. എന്നാൽ തന്നെ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. ജീവശാസ്ത്രത്തിൽ 5 മാർക്ക് 6 മാർക്കൊക്കെ എപ്പോഴും വരുന്നതാണ്. അതിൽ ഇതുപോലെയുള്ള ഈ കരളിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് കാണുന്നതാണ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും. അതുപോലെയുള്ള PSC എക്സാമുമായി ബന്ധപ്പെട്ടും അതുപോലെ നോട്ടിഫിക്കേഷൻ, ഈ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകൾ ഒക്കെ കുറിച്ചുള്ള എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് PSC ബുള്ളറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടേഴ്സാണ്. അതുപോലെ ഇതിപ്പോൾ ഓഗസ്റ്റ് മാസമാണ്. നെക്സ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ചാനൽ ഇടുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഓക്കെ, താങ്ക് യു.